മാഷേ, നേതൃമാറ്റം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു തരൂർ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത്. നേതൃമാറ്റം നടത്താമെന്ന AICC ഉറപ്പ് നൽകിയതോടെ കോൺഗ്രസ് വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന് തരൂർ തീരുമാനിച്ചു. അപ്പോൾ തരൂരിൻ്റെ കണ്ണ് മുഴുവൻ കേരള രാഷ്ട്രീയത്തിലാണ്. കേന്ദ്രത്തിൽ വലിയ സ്ഥാനമൊന്നും കിട്ടാൻ സാധ്യതയില്ല. KC വേണുഗോപാലിൻ്റെ കണ്ണും കേരള രാഷ്ട്രീയത്തിലാണ്. കാരണം 2026 UDF തരംഗമുണ്ടാകും എന്നുള്ള ചില സർവേകൾ പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസിലെ നേതാക്കളെല്ലാം പഴയ മുഖ്യമന്ത്രി കുപ്പായം ഒന്ന് പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ തരൂരും KCയും BD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആ കുപ്പായം പൊടി തട്ടി വച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നറുക്ക് ആർക്ക് വീഴുമെന്നുള്ളതാണ്. ശശി തരൂരിന് നറുക്ക് വീഴാൻ സാധ്യതയുണ്ടോ? നമ്മൾ തരൂരിൻ്റെ വിഷയം പല ഘട്ടങ്ങളിലും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാരണം ഓരോ ദിവസവും വളരെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരും. തരൂർ ആദ്യം രംഗത്ത് വരുന്നത് 2 സർക്കാരുകളെ ശ്ലാഘിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനത്തിലൂടെയാണ്. കേന്ദ്രത്തിൽ മോദി സർക്കാരിനെയും കേരളത്തിൽ പിണറായി സർക്കാർ. അത് വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു, തന്ത്രമായിരുന്നു എന്ന് പൊതുവെ പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ കോലാഹലം സൃഷ്ടിച്ച ഒന്നായിരുന്നു. അപ്പോൾ ടാക്ടിക്സ് ആണെന്ന് പറഞ്ഞിട്ട് നിശബ്ദരായിരിക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് അവർ ബഹളമൊക്കെ ഉണ്ടാക്കി തരൂരിനെതിരെ ഈ കേരള നേതൃത്വം മുഴുവനും അണിനിരന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചില്ല എന്നുള്ളതാണ്. ശശി തരൂർ പറയുന്നതിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ അത് പരിഗണിക്കാം എന്ന നിലപാടെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതൃത്വമാറ്റം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചത് സുധാകരനെ മാറ്റാൻ പാടില്ല എന്നാണ്. KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. എന്നുവെച്ചാൽ അദ്ദേഹം സുധാകരനൊപ്പമായി. അപ്പോൾ ഇനിയും കുറേ കഴിയുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടിൽ നമുക്ക് ശശി തരൂരിനെ വായിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തരൂരിനെ തള്ളി കേരളത്തിലെ സാധ്യത നശിപ്പിക്കാനായിട്ട് കേന്ദ്രത്തിൽ ഹൈക്കമാൻഡ് തയ്യാറല്ല. അത് നമുക്ക് വേണ്ട ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന സർവേ വന്ന സമയത്താണ് നല്ല രീതിയിൽ UDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്ന് വ്യക്തമാക്കപ്പെട്ടത്. എന്നുവെച്ചാൽ അടുത്ത ഭരണം UDFന് തന്നെ എന്നത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി കുപ്പായം എന്താണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആളുകൾ അതൊക്കെ പൊടിതെട്ടെടുത്ത് തേച്ച് മിനുക്കി പുറത്തിറങ്ങുകയാണ്. KC അതിൻ്റെ മുന്നിലുണ്ട്, VD അതിൻ്റെ പിന്നിലുണ്ട്, അതിനുശേഷം രമേശ് ചെന്നിത്തലയും, പിന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ശശി തരൂർ. ഇപ്പോൾ കോൺഗ്രസ്സിലെ ആളുകളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ശശി തരൂർ, കോൺഗ്രസ്സിലെ ആളുകളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനകത്തുള്ള പാർട്ടി പ്രവർത്തകരല്ല, കോൺഗ്രസ്സിനെ എപ്പോഴും ഭരണത്തിൽ കൊണ്ടുവരുന്ന ഭരണത്തിൽ നിറക്കുകയും ചെയ്യുന്ന കുറേ ആളുണ്ട് കേരളത്തിൽ. അത് അവരുടെ വോട്ടാണ് കോൺഗ്രസ്സിനെ എന്ത് ചെയ്യുന്നത്, ജയിപ്പിക്കുന്നത്. ആ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്വീകാര്യനായിട്ടുള്ള വ്യക്തി ശശി തരൂരാണ്. പക്ഷേ ഈ ശശി തരൂരിനുള്ള ഒരു സ്വാധീനം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാലിനുണ്ടോ? വേണുഗോപാലിൻ്റെ സ്വാധീനം നമ്മൾ പൊതുസമൂഹത്തിലല്ല അളക്കേണ്ടത്. വേണുഗോപാലിന് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ എന്ത് സ്വാധീനമുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. അത് മറ്റുള്ള എല്ലാവരേക്കാളും വളരെ കൂടുതലാണ് വേണുവിന്. പക്ഷെ ആ സ്വാധീനം വെച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ജയിക്കാൻ കുറച്ചുകൂടെ സാധ്യത കൂടുതലുള്ളത് തരൂറിനല്ലേ? പ്രത്യേകിച്ച് ഈ തരൂറിൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം, അല്ലെങ്കിൽ തരൂർ ഒരു കാര്യത്തെ സമീപിക്കുന്ന രീതി, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന രീതി, ഇപ്പോൾ ഏത് മേഖലയിലും തരൂർ നമ്പർ 1 ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഒരു ഇമേജുള്ള ഒരാൾ കേരള മുഖ്യമന്ത്രി ആകട്ടെ എന്ന് യുവതലമുറ കുറച്ചുകൂടി കൂടുതൽ തീരുമാനിച്ചാൽ, ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് തരൂർ മുന്നോട്ട് വന്നാൽ ഈ ഹൈക്കമാൻഡ് കൂടി, കാരണം തരൂരിനെ വിടാൻ ഹൈക്കമാൻഡ് ഒരിക്കലും അടഞ്ഞ അധ്യായമാണെന്ന് KC പറഞ്ഞപ്പോഴും തരൂരിനെ കൂടെ നിർത്താനാണ് രാഹുലും സോണിയയും ഒക്കെ ശ്രമിച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു KPCC, ഇപ്പോൾ കേരളത്തിലെ നേതൃത്വത്തിൽ മാറ്റം വരണമെന്ന് പറയുമ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനമൊക്കെ തരൂർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്
അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്പോൾ കെ മുരളീധരനെ പോലെ ഒരാളാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ കേന്ദ്രം ഇത്രയും സപ്പോർട്ട് നൽകുമെന്ന് തോന്നുന്നില്ല. പോണെങ്കിൽ പക്കോട്ടെ എന്ന് തന്നെ പറയും. തരൂരിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏത് വിധത്തിലും തരൂരിനെ പിടിച്ചു നിർത്തണം എന്ന് തന്നെയാണ് കേന്ദ്ര ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ തരൂരിനെ ജനസ്വാധീനവും കൂടി വെച്ചിട്ട് തരൂർ തന്നെയാകുമോ UDFന്റെ 2026 മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ തർക്കം കോൺഗ്രസിനകത്ത് നിലവിലുണ്ട്. അത് എളുപ്പത്തിൽ അങ്ങനെ തീർക്കാൻ പറ്റുന്നതല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തരൂരിൻ്റെ ഒരു സർവ്വജനീനമായ ഒരു അംഗീകാരം എന്നുവെച്ചാൽ ഏതാണ്ട് എല്ലാവരും, കോൺഗ്രസ്സുകാർ മാത്രമല്ല പുറത്തുള്ളവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. കാരണം തരൂരിനെ പോലെയുള്ള ഒരു വീക്ഷണമുള്ള ഒരു വിഷനുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരളത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ശരിയോ തെറ്റെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ശശി തരൂർ KPCCയുടെ പ്രസിഡൻ്റ് ആവുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അതൊരു സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. സംഘടനാ സംവിധാനം വളരെ മെച്ചപ്പെട്ടതാക്കി നിർത്തുന്നത് കോൺഗ്രസ്സിന് എപ്പോഴും നല്ലതാണ്. പക്ഷേ അതൊരിക്കലും കോൺഗ്രസ്സിനെ നന്നാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. തരൂർ വന്നാലും അത് നന്നാവാൻ പോകുന്നില്ല. കാരണം തരൂരിൻ്റെ പണി അതല്ല, സംഘടന കെട്ടിപ്പടുക്കലല്ല, അദ്ദേഹത്തെ ഓർഗനൈസേഷണൽ കപ്പാസിറ്റി അല്ല അത് തരൂരിനുള്ളത്. തരൂരിന് അതിനപ്പുറമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ളത്, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരാൾ, നല്ല ഒരു രാഷ്ട്രീയക്കാരൻ, അതേപോലെ തന്നെ വിദേശകാര്യ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാൾ. അദ്ദേഹം എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവണമെന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കാം. അതൊരു ഗവേണൻസിൻ്റെ ഭാഗമാണ്. ഒരാൾ ഒരു ഗവേണൻസിൻ്റെ പൊസിഷൻസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനെ ഭംഗിയാക്കി നിർവഹിക്കാനായിട്ട് കഴിയണമെങ്കിൽ പലതരത്തിലുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും. ആശയവിനിമയം നടത്താനായിട്ടുള്ള കഴിവ് വളരെ കൂടുതലുള്ള ഒരാളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം. അദ്ദേഹം മലയാള ഭാഷ സംസാരിക്കുമ്പോൾ അത്ര അദ്ദേഹത്തിന് വഴക്കമില്ല എങ്കിൽ പോലും ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ സൂപ്പറാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം മാത്രമല്ല മോദിയെപ്പോലും പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ടാക്റ്റിക്കൽ ലാംഗ്വേജിലൂടെ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. ആർക്കും മനസ്സിലാകാത്ത ചില വാക്കുകൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ച് അതിനൊക്കെ പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളൊക്കെ നൽകി നമ്മളെ വിസ്മയിപ്പിക്കുന്നു എന്നുള്ളതും ഭാഷാ നൈപുണ്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. പിന്നെ അദ്ദേഹം ഒരു വലിയ നോവലിസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല എഴുത്തുകാരനാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ശശി തരൂർ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിത്വത്തിന് കുറച്ചും കൂടി മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഉയർച്ച നൽകുന്നുണ്ട്. മറ്റുള്ള നേതാക്കൾക്ക് ഇല്ലാത്തൊരു സാധനമാണ് ഇതൊക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് പലർക്കും ഉള്ളത് ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഘാടകനാണ്. സംഘടനാ മികവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ വലുതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് CPM പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്വന്തം ഉള്ളം കയ്യിലെടുക്കാനായിട്ട് കഴിയും. അത്ര സംഘാടക മികവുള്ള നേതാക്കൾ ഇന്ന് കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അത് ഒരിക്കലും നമുക്ക് തരൂരുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. മാത്രമല്ല ഒരു ഫിക്ഷൻ എഴുതുന്ന ഒരാൾക്കുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ട്. ആ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പിണറായിയിൽ കണ്ടെത്താനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിത്വമായിട്ട് തരൂർ നമുക്ക് അവതരിപ്പിക്കും. പക്ഷേ തരൂരിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷണൽ സെറ്റപ്പ് തന്നെയാണ്. അവിടെ അദ്ദേഹത്തിന് മികച്ച ഒരു പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നല്ല സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനത്തിന് ഏറ്റവും മനോഹരവും സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് തരൂരിൻ്റെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ടൊരു പാർട്ടി ഉണ്ടാവും. മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു മെഷീനറി ഉള്ള പാർട്ടിയാണെങ്കിൽ, അതായത് CPMനൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹത്തെ ഉപയോഗിക്കാനായിട്ട് കഴിയും. കാരണം CPM എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം നടപ്പിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷണറി കൺസെപ്റ്റ് CPM പോലെയുള്ള സംഘടന, അങ്ങനത്തെ ഒരു സംഘടനാ സംവിധാനം, CPM എന്ന് പറയുന്ന പാർട്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു സംഘടനാ സംവിധാനം, ആ സംഘടനാ സംവിധാനം കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വളരെ മികച്ച തോതിൽ തരൂരിനെ യൂട്ടിലൈസ് ചെയ്യാനും കഴിയുകയും തരൂർ ഒരു വിസ്മയമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതല്ലാണ്ട് തരൂർ ഒറ്റയ്ക്ക് അതിനൊന്നും പറ്റിയ ഒരു വ്യക്തിയല്ല. തരൂർ മാത്രമല്ല, വ്യക്തികൾക്ക് അങ്ങനെ പല പോരായ്മകളും ഉണ്ടാകും, പല മികവുകളും ഉണ്ടാകും. ഈ മികവുകളെ സംഘടനാ മികവുകൾ കൊണ്ട് കോംപ്ലിമെൻ്റ് ചെയ്താൽ അതാണ് വിസ്മയമായി മാറുക എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നിലവിൽ
തരൂർ കോൺഗ്രസിൽ തന്നെ നിൽക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെതിരെ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരത്തിനകത്ത് ചെന്ന് അദ്ദേഹം അവരുടെ ആവശ്യങ്ങളെ അതിശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുകയും സമരമുന്നണിയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളായി മാറിത്തീരുകയും ഒപ്പം തന്നെ CPM എന്ന് പറഞ്ഞാൽ എന്തൊരു പഴഞ്ചൻ പാർട്ടിയാണ് എന്ന് ചോദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് CPMലേക്കില്ല, BJPയിലേക്കില്ല എന്നുള്ള ഓപ്ഷൻ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടാകും. പക്ഷേ കോൺഗ്രസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നതാണ് തരൂരിൻ്റെ ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.